സത്സന്താനലബ്ധിക്കായി ദമ്പതിമാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? സത്സന്താനലബ്ധിക്ക് നമുക്കിപ്പോൾ ഒരാളെ ക്ഷണിക്കാനല്ലേ പറ്റുമോ? ഇല്ലേ? വരൂ കേട്ടോ, വരണം എന്ന് ക്ഷണിക്കുക. ക്ഷണം ഭംഗിയാവണം. ക്ഷണിച്ചു കഴിഞ്ഞാൽ വന്നാൽ അത് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഒന്ന് വൃത്തിയും വെടിപ്പുമായിട്ട് വെക്കണം. അപ്പോൾ നല്ല ആൾ വരുമെന്ന് വിചാരിക്കുക, അത്രയേ കഴിയുള്ളൂ. ഒരിക്കലും കാമത്തിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് സന്താനം ഉണ്ടാവരുത്. കാമത്തിൻ്റെ ഉപോത്പന്നമായി സന്താനം ഉണ്ടാവരുത്. ധർമ്മചിന്തയുടെ ഉത്പന്നമായിരിക്കണം സന്താനം. ധർമ്മചിന്തയുടെ ഉത്പന്നമാവാനാണ് നമ്മുടെ ആചാര്യന്മാർ ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരമായി ഗർഭാധാനം വെച്ചത്. വിഹിതമായ രീതിയിൽ വിവാഹം ചെയ്ത ശേഷം അച്ഛനമ്മമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഉചിതമായ തിഥിയിൽ ഗർഭാധാന സംസ്കാരത്തിന് വിഹിതമായ യജ്ഞം നിർവഹിച്ച ശേഷം സ്ത്രീ പുരുഷന്മാർ നല്ല സന്താനമുണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി സമാഗമിക്കുന്നതാണ് ഗർഭാധാന സംസ്കാരം. അങ്ങനെ ക്ഷണിക്കണം സന്താനത്തെ. അങ്ങനെ ക്ഷണിച്ചാലും വികടന്മാർ വരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവണം.